പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവേ, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം തുടങ്ങിയ കാലത്തിലെ 1987 അന്നൊക്കെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിൻ്റെ ചീട്ട് പോലെ അന്നൊരു ചീട്ടുണ്ടായിരുന്നു. അതിന്മേൽ ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇതാണ്. എന്താണ്? യെശയ്യാ 50:4. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും. അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത്. ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? എങ്ങനെ ആശ്വസിപ്പിക്കണത്? മത്തായി 11:29.
ഞാൻ ശാന്തശീലനും ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതാണ് വിഷയം. അല്ല, ആശ്വാസം ഇങ്ങനെ അരക്കര തൂക്കി തരികയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി. എന്നിൽ നിന്ന് പഠിക്കുവേൻ. കർത്താവ് വചനത്തെ മാംസമായ ആളാണ്. ആ വചന മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട്. അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറഞ്ഞത്. ആ വചനാധിഷ്ഠിതമായ നിലപാട്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയണം. അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ശാന്തശീലനാണെന്ന്. ഇപ്പം വ്യഗ്രത, ഇപ്പം ഈശോയുടെ വാക്ക് പറഞ്ഞില്ലേ, ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലരാണെങ്കിൽ അവർ ബ്ലെസ്സഡ് ആണ് എന്നാ പറയണേ. അവർ ഭൂമി അവകാശമാക്കും. അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേർഡുണ്ടേ. ശാന്തശീലർ ബ്ലെസ്സഡ് ആണ്. അപ്പൊ കർത്താവ് വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ, അവർ അനുഗ്രഹമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയും. അതെന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് പറയും. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ്. ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയുന്നതും കർത്താവാണ്. അപ്പം അടുത്ത് പറയണത് എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും. എന്താ കാര്യം? ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താ ഭൂമി എന്ന് വെച്ചാൽ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവശമാക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും. അതെന്താ കാരണം? ഇപ്പോൾ OET പരീക്ഷ എഴുതിയ ആൾക്കാർ, അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട്, അല്ലേ, പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത, എന്തുമാത്രം ആൾക്കാരോട് കോമ്പറ്റീറ്റ് ചെയ്താണ് അവർ പഠിക്കണത്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ അതിൻ്റെ IELTSനൊക്കെ സ്കോർ, ഇംഗ്ലണ്ട് സ്കോർ, അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കുക. പക്ഷേ ഇപ്പോൾ ഈ IELTS OET ചിലത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുക. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IELTS ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാവില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രതരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യത്തിൽ പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിടത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു
സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദിവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദിവ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതിനുശേഷം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. പ്രാർത്ഥന ഇത് കൂടി യേശോയ്ക്ക് മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈജു എന്നാണ്. ഞാൻ വൈക്കം ടീവൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാൻ 11 വർഷമായിട്ട് വാടക താമസിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 4 വർഷം മുമ്പ് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ നടന്നു വീടിന് വേണ്ടി. ഉടമ്പടി എടുത്ത് 2ാമത്തെ പുതുക്കലിനെ ഇപ്പോൾ വീട് അനുവദിച്ച് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു വാഹനം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയതാണ്. ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു ആ വണ്ടി. അത് ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ ഒരു കീച്ചയും വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി എടുത്ത് തരണമേ എന്ന് പറഞ്ഞ്. അതിനുശേഷം എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് ആ വണ്ടി എടുക്കാൻ സാധിച്ചു. അത് ഞാൻ അവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിക്കുകയും ചെയ്തു. എനിക്ക് 3ാമത് പറയാനുള്ളത്, എൻ്റെ അനിയൻ്റെ ജോലിക്കാര്യമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ആ കാലാവധി തീരുമായിരുന്നു. ഫോറസ്റ്റിലൊരു ജോലിയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ആ ജോലി കിട്ടി. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ കുട്ടനാട് ചമ്പക്കുളം പഞ്ചായത്തിൽ നിന്നാണ്. ചമ്പക്കുളം പഞ്ചായത്താണ് എൻ്റേത്. ഞാനിവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് രോഗസൗഖ്യം കിട്ടിയതിന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശാലോം രവിയിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുത്ത് എനിക്ക് 2018 വെള്ളപ്പൊക്കത്തിൽ ബ്ലഡിലൊരണു കയറി ഭയങ്കര ചൊറിച്ചിലും ശരീരം മുഴുവൻ നീര് വയ്ക്കുകയും വയറ്റിലൂടെ ബ്ലഡ് പോവുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, വന്നിട്ടില്ലായിരുന്നു. SN കോളേജിലെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോകുമ്പം ഈ ബസ്സിൽ പോകുമ്പം മാതാവിനെ കാണും. ഇവിടെ വണ്ടിയിലിരുന്ന് കണ്ടപ്പം പറഞ്ഞു, മാതാവേ എൻ്റെ അസുഖം മാറ്റണമേ എന്ന് പറഞ്ഞ് മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒത്തിരി നാൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. TV-യിലൂടെ ഞാൻ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ മേലെന്ന് ഡോക്ടർ മുട്ടുകുത്തുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് പള്ളിയിൽ പോയി കുമ്പസാരിക്കാനായിട്ടും മുട്ടുമേ നിന്ന് കുമ്പസാരിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. എൻ്റെ ശരീരത്തിന് ഭയങ്കര നീരായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി.
മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഒരു മരുന്നും കഴിക്കാതെ ഇപ്പോൾ ജീവിക്കുകയാണ്. അതുപോലെ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കം മൂലം വീട്ടിൽ എപ്പോഴും വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് എവിടെയെങ്കിലും വെള്ളം കയറാത്തടത്ത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞങ്ങൾക്ക് 32 സെൻറ്റ് സ്ഥലം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച്. ദൈവവിളിക്കായിട്ട് പോയിരിക്കുന്ന എൻ്റെ മകനെയും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ പരീക്ഷയിലെല്ലാം അവന് നല്ല വിജയ ശതമാനത്തോടെ മാർക്ക് മേടിച്ച് ജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 മക്കൾക്ക് SSLC പരീക്ഷയും +2ൻ്റെ പരീക്ഷയുമാണ്. ആ മക്കൾക്ക് വേണ്ടിയും അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയ്ക്കായാണ് ഞാൻ ഇന്ന് വന്നത്. ആ അനുഗ്രഹവും അമ്മ എനിക്ക് നൽകുമെന്ന് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കൂടെ ആദ്യം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ലിസി. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. ഞങ്ങളുടെ വീട് 2018 പ്രളയം ബാധിച്ച് വീട് മുഴുവനും വിള്ളലുണ്ടായി. അതിൽ നിന്ന് അപ്പടി ഇഴജന്തുക്കളെല്ലാം കയറി വരുമായിരുന്നു. ഇഴജന്തുക്കൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ഒത്തിരി സ്ഥലത്തൂടെ എല്ലാം ഞങ്ങൾ പെര പണിയുന്നതിനെക്കുറിച്ച് ലോണിനും ഇതിനെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടിയില്ല. ഒരു തരത്തിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് പെര പണിയാനൊന്നും ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് 2019 മാർച്ച് 1-ാം തീയതി ഇവിടെ വെച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. 1ാമത്തെ നിയോഗമായിട്ട് വീട് പണിയാണ് വെച്ചിരുന്നത്. 2019 ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ വീട് പണി തുടങ്ങുകയും ഞങ്ങളുടെ വീട് പണിക്ക് അന്നേരമൊക്കെ കുറച്ച് സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ നിന്ന് ചെറിയൊരു സഹായമൊക്കെ കിട്ടി. എന്നാലും അതുകൊണ്ടൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു തൊട്ട ഇലക്കത്തുള്ള ഒരു വീടും ഞങ്ങൾ മൊത്തം പോയായിരുന്നു. ആ ഒരു വീടിനും വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. 2019 ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ 2 പേരുടെയും വീട് ഒരു ദിവസം തന്നെ വന്ന് കുറ്റി വെച്ചു, ഒരു ദിവസം തന്നെ വന്ന് കല്ലിട്ടു. 2021 ജനുവരി മാസത്തിൽ മാതാവ് ഈ തിരുക്കുമാരനോടും കൂടെ ഞങ്ങളുടെ വീട് വെഞ്ചിരിപ്പ് നടത്തി 1400 സ്ക്വയറുള്ള ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു. ഇതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. 2ാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ അനിയൻ അച്ഛനാണ്. അച്ഛന് 40 വയസ്സുണ്ട്. ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, കാനഡയിലായിരുന്നു. അച്ഛന് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി എന്തോ തടസ്സം വന്നു, സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഓഫീസിൽ മുഴുവൻ കയറി ഇറങ്ങി, എന്നിട്ടൊന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. ഒരു പപ്പയായിരുന്നു ഓഫീസിലെല്ലാം കയറി നടന്നത്. കുറേ നാളിങ്ങനെ നടന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ തടസ്സങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പപ്പ ഇനി പോകണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ മാതാവിൻ്റെ കാശ്രൂപം കൈപ്പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒത്തിരി സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഓഫീസ് കയറി ഇറങ്ങി, ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും അതൊന്ന് നടത്തി തരണമെന്നും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ കാശ്രൂപം മുറുക്കെ പിടിച്ച് ഞാൻ ഓഫീസിൽ ചെന്നു. അന്ന് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയൊക്കെ ചെയ്തു. ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ 2019 ഒക്ടോബർ മാസത്തിൽ ഇവിടുന്ന് ജപമാല റാലി അർത്തുങ്കലിലേക്കുണ്ടായിരുന്നു. ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വയറുവേദന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ഉപ്പും തേനും കഴിച്ച് വയറ്റിലെ വേദനയെല്ലാം മാറി. ഞാൻ ഇപ്പം 5 പ്രാവശ്യം പുതുക്കി. ഞാൻ പിന്നെ സാക്ഷ്യം പറയാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് പള്ളിയിലിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. മാതാവ് നിനക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഓർപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പം ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് അപേക്ഷ ഫോം മേടിച്ച് ഞാൻ സാക്ഷ്യം എഴുതി ഇവിടെ സമർപ്പിക്കുന്നു. ഞാൻ എല്ലാ ദിവസം തന്നെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. പറ്റുന്നത് പോലെ എല്ലാം ദൈവവചനം വായിക്കുന്നുണ്ട്. കൃപാസന പത്രം മേടിച്ചും എല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും തന്ന അനുഗ്രഹം തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിച്ച ഫെർണാണ്ടസ്. ഞാൻ പച്ചാളം ചാത്യാത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ യുക്രൈനിലെ 2nd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഈ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
24-ാം തീയതി യുദ്ധം തുടങ്ങിയ 25-ാം തീയതി മമ്മി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇവിടുത്തെ കൗൺസിലറിനോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ് കുട്ടി സേഫായിട്ട് എത്തും, പക്ഷേ കുറച്ച് ദിവസത്തെ ഫുഡിന് കിട്ടാതെ വരുന്ന പോലെ മെസ്സേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ യുദ്ധം വന്നപ്പോൾ അവിടെ നിന്ന് മെട്രോയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ മെട്രോന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മാതാവ് സഹായിച്ച ഞങ്ങൾക്ക് അങ്ങനെ പട്ടിണിയൊന്നും ഇരിക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. പിന്നെ മാതാവ് എന്നെ ഇവിടെ സേഫായിട്ട് എത്തിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഇതിനോടകം എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം വർദ്ധിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മി അരുൺ. ഞാൻ മൂക്കന്നൂർ കോക്കുന്ന് ഇടവക അംഗമാണ്. 2019 മാർച്ച് 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് യൂട്യൂബിലൂടെ കണ്ട് ഒരു സാക്ഷ്യം കണ്ട് എനിക്ക് അങ്ങനെ വീണ്ടും വീണ്ടും സാക്ഷ്യം കാണണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ കുറേ തവണ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കും ഇവിടെ എത്തിച്ചേരാൻ വഴി കാണിക്കണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, അയൽവക്കത്തെ വീട്ടിലെ ചേച്ചി ഒരു പത്രം കൊണ്ടുവന്നിട്ടുണ്ട്, ആ പത്രം ഒന്ന് കൃപാസനത്തിലാണെന്ന് അമ്മ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ പോയി പത്രം നോക്കി അതിലെ വഴികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഞായറാഴ്ച തന്നെ ഇവിടെ വരാൻ പറ്റി. വന്ന് ഉടമ്പടി അന്ന് തന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. എൻ്റെ മകന് അവൻ ജനിച്ചിട്ട് കുറേ നാളായിട്ട് അവൻ അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ലായിരുന്നു. എല്ലാ പിള്ളേരും അപ്പ അമ്മ എന്നൊക്കെ പറയും, പക്ഷെ അവൻ എല്ലാത്തിനും പുറകോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് അവൻ്റെ നാക്കത്ത് കുരിശടയാളം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സോജ കുഞ്ഞുമോൻ. ഞാൻ കടമക്കുടി സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് കഴിഞ്ഞ വർഷം 2021 മാർച്ച് 29-ാം തീയതിയാണ്. 29-ാം തീയതി വരുമ്പോഴേ 1 വർഷമാവും. എൻ്റെ ഒരു മോൻ വിദേശത്താണ്, ഇറ്റാലിയൻ ഷിപ്പിലായിരുന്നു അവന് ജോലി. ആദ്യമായിട്ട് എനിക്കിവിടെ വന്ന് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ അവന് ഷിപ്പിൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, അവന് ഭാരം കുറഞ്ഞൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഭാരം കുറഞ്ഞ ജോലി വേണോ, ഞാൻ ഈ മാതാവിനോട് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോയി രൂപത്തെ തൊട്ട് ഒരു കാശ് രൂപം കൊണ്ടു തന്നു. സന്തോഷമായി പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ചെറുക്ക പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോന് ഒരു അമേരിക്കൻ ഷിപ്പിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവർ പറഞ്ഞ്, നീ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ഇൻ്റർവ്യൂ കൂടി വയ്ക്കുക, അതിൽ ഞാൻ പഠിപ്പിച്ച് തരുന്ന പോലെ നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്, ഈശോയെ ഞാൻ നടക്കേണ്ട വഴി അങ്ങനെ പഠിപ്പിക്കണേ എന്ന്. അതുപോലെ അവർ പറഞ്ഞു. അതുപോലെ ഒരു ഇൻ്റർവ്യൂ അവർ നടത്തി. അവർ ഉറപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും കുറേ ദിവസം അതിനെപ്പറ്റി ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറ്റാലിയൻ ഷിപ്പിൽ നിന്ന് അവനെ വിളിക്കാൻ തുടങ്ങി. അവന് മെഡിക്കലൊക്കെ എടുക്കണം എല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിന് കുറേ പൈസ ആവുമല്ലോ, പക്ഷെ അമ്മ മാതാവിൻ്റെ ഞങ്ങൾക്ക് മതിയെന്നുണ്ടായി, അമ്മ തരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ വരുമ്പോഴും ഒരു ബ്രദറിനോട് ഇപ്പോൾ ബ്രദർ പറഞ്ഞു, അമ്മ തന്നത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഡിസംബർ 8-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവി അതിനു മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. പക്ഷേ നവംബർ 23-ാം തീയതിയിലത്തെ ധ്യാനത്തിന് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അന്നത്തെ പിറ്റേ ദിവസം എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ. അന്ന് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു, ഡിസംബർ 8 എന്ന് പറഞ്ഞ് ആകലപ്പെടുന്ന ഒരു അമ്മ, അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് എന്നാണ്, അവർ വിദേശത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ അമ്മ മാധവനോട് പറഞ്ഞു, അമ്മേ അത് ഞാൻ തന്നെയാണ് അമ്മയെന്ന് പറഞ്ഞു. വൈകിട്ട് എൻ്റെ മോൻ വന്നപ്പോൾ പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് അവിടെ എന്നെ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അവനെ
വിളിക്കുകയും അവനോട് പറഞ്ഞു, നിനക്ക് ഭാരം കൂടിയ ജോലിയാണോ, അത് കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് പോരെ, നിനക്ക് ആദ്യത്തെ ഷിപ്പിൽ വിട്ടേക്ക്, അതിൽ കൂടുതൽ സാലറിയോടുകൂടി നിന്നെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അവൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ആദ്യമായിട്ട് അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹോദരന്മാരെ 2 പേരെ കൊണ്ടുവന്നായിരുന്നു. ഒരാൾ ഇത്തിരി മദ്യപാനിയായിരുന്നു, ഒരാൾക്ക് ഇത്തിരി കടമുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ ഉടമ്പടി എടുക്കാത്തത് കൊണ്ട്